നേപ്പാളിൽ വലിയ പ്രതിഷേധമുണ്ടായി, പ്രധാനമന്ത്രി രാജിവെച്ചു. ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോഴും അവിടെ പ്രക്ഷോഭം തുടരുകയാണ്. ആ പ്രക്ഷോഭം ഇപ്പം നിയന്ത്രണത്തിലാണ്, പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ്, സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. പ്രധാനമന്ത്രിയൊക്കെ പലായനം ചെയ്തു. പ്രധാനമന്ത്രി ശർമ്മ ഒലി, KP ശർമ്മ ഒലി പലായനം ചെയ്തിരിക്കുന്നത് ദുബായിലേക്കാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുപോലെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ ചുട്ടുകൊല്ലപ്പെട്ടു. അത് ദാരുണമായ സംഭവമാണ്. അതായത് ഇത് മോബോക്രസി തന്നെയാണ്. അപ്പം മോബോക്രസി ആണെങ്കിലും അത് ഒരു പ്രത്യയശാസ്ത്രം, ഒരു ഐഡിയോളജി ഉൾക്കൊള്ളുന്നുണ്ട്. ഐഡിയോളജി വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയാണ്. എല്ലാ രാഷ്ട്രതന്ത്രജ്ഞന്മാരും അതുപോലെ രാഷ്ട്ര മേധാവികളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരത് കൊണ്ടു നടക്കുന്നത്. അതായത് അവിടെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഗവൺമെൻറ്റിനെ അഴിമതിയെക്കുറിച്ചുള്ള ധാരാളം കഥകൾ പുറത്തു വരുന്നു. ഇതെല്ലാം ഒന്നും സത്യമായി കൊള്ളണമെന്നില്ല, ചിലതൊക്കെ ആരോപണങ്ങളുടെ രൂപത്തിലുള്ളത് മാത്രമായിരിക്കും. പക്ഷെ അതിനോടൊരു ഇൻടോളറൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി, ഇവിടെയൊക്കെ പിന്തുണയുള്ള ഒരു ഗവൺമെൻറ്റിനെ ഇത്തരം ആരോപണങ്ങളെ സഹിക്കാനുള്ളൊരു മനസ്ഥിതി ഇല്ലാത്തതും അക്കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ളൊരു മനസ്സില്ലാത്തതും അവരുടെ സുതാര്യതയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെ കൂടിയായിരുന്നു. അത് ശർമ്മ ഒലിക്കെതിരെ മാത്രമല്ല, പ്രചണ്ഡ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു ധീരോദാത്തനായ നേതാവ്, ചൈനയോട് അടുപ്പം ഉണ്ടായിരുന്ന, ചൈനയോട് നേപ്പാളിനെ അടുപ്പിച്ച് കെട്ടിയിടാൻ ശ്രമിച്ച നേതാവ്, പ്രചണ്ഡയ്ക്ക് നേരെ ഉണ്ടായ പ്രക്ഷോഭം. മുൻ പ്രധാനമന്ത്രിമാരും ഇപ്പം രാജ്യത്തില്ല, ഒരാൾക്ക് പോലും നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണ്, നാട് വിട്ടു പോകേണ്ടി വന്ന ഗതികേടിലാണ്. അത്തരൊരു അവസ്ഥയില്ല രാഷ്ട്രീയക്കാർക്ക്, ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർക്ക് എല്ലാം എതിരെയുള്ള അഴിമതി, തൊഴിലില്ലായ്മയും വലിയ പ്രശ്നമാണല്ലേ. അതെ, ആ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്യാതെ അവരുടെ ആഡംബരങ്ങളിലും അഴിമതികളിലും മുഴുകിയിരിക്കുകയാണ്. അതിനെതിരെ സോഷ്യൽ മീഡിയയാണ് അവിടെ ഗർജിക്കുന്നത്. പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോഷ്യൽ മീഡിയയാണ്, അല്ല നാഷണൽ മീഡിയയോ പത്രമാധ്യമമോ TV മാധ്യമമോ അല്ല ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അപ്പം ഇത് മീഡിയയുടെ ചരിത്രത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് കൂടെ, നാഴികക്കല്ലാണിത്. എന്താണെന്ന് വെച്ചാൽ അതിന് ഇത്രയധികം സ്വാധീനം ചെലുത്താനും ഒരു രാജ്യത്തിൻ്റെ തന്നെ ഭാഗധേയം മാറ്റാനും കഴിയുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് പ്രസ്താവിക്കുന്നത് ഇവിടെയാണ്. പ്രിന്റ് മീഡിയയുടെ ശക്തി നമ്മൾ കണ്ടു. വാട്ടർ ഗേറ്റ് സ്കാൻഡൽ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ചിലർ പറയുന്നത് അമേരിക്കയുടെ പങ്കാണ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് ബംഗ്ലാദേശും ശ്രീലങ്കയ്ക്കും പുറമെ ഇപ്പോൾ അത് നേപ്പാളിൽ സംഭവിച്ചു എന്ന് പറയുന്നു. ചിലർ പറയുന്നു പഴയ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാന്ന് പറയുന്നു. ഇതെന്താണ് അവിടെ സംഭവിച്ചത്? ഇതൊന്നുമല്ല, ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് വരുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, രാജഭരണമായിരുന്നു ഇതിലും ഭേദമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ ഗ്രാമപഞ്ചായത്തുകൾ, അതായത് പാർട്ടിലെസ് പഞ്ചായത്തുകൾ എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയമില്ല. അപ്പം ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഭരണമാണ് അതിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നത് ഏറെക്കുറെ. കൊട്ടാരത്തിലെ ആഡംബരം, ധൂർത്ത്, ഇതൊക്കെ പതിവ് പോലെ ഉണ്ടാവുമല്ലോ. അവർക്ക് അതിന് അധികാരമുണ്ടല്ലോ. അധികാരം ആണല്ലോ ദൂഷിപ്പിക്കുന്നത്. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. പക്ഷേ ആ രാജാവിനെ തുരത്തി, രാജഭരണവും തുരത്തി, വലിയ ആവേശത്തോടു കൂടി പ്രചണ്ഡയൊക്കെ രംഗത്ത് വന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി? അഴിമതി തുടച്ചു നിൽക്കാൻ പറ്റിയോ? തൊഴിലില്ലായ്മ മാറ്റാൻ പറ്റിയോ? പട്ടിണി മാറ്റാൻ പറ്റിയോ? രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞോ? ഒന്നുമില്ല. വികസനത്തിലേക്ക് നയിച്ചിരുന്നുവെങ്കിൽ തൊഴിലുണ്ടായേനെ. തടസ്സങ്ങളൊന്നുമില്ല, രാജാവില്ലല്ലോ, പിന്നെന്താ ചെയ്യാൻ? ഇതിലും ഭേദമായിരുന്നു, പ്രചണ്ഡയുടെ ഭരണത്തെക്കാൾ ഭേദമായിരുന്നു താരതമ്യേന രാജഭരണം എന്നുള്ളതാണ് വരുന്നത്. പിന്നെ വന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഈ രാഷ്ട്രീയ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയായിരുന്നു, കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയിൽ എന്ന പോലെ. അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇത് ഇപ്പം നേപ്പാളിലെ മാത്രം സ്ഥിതിയല്ലെന്നേ. കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ഇതുപോലെ അവിടുത്തെ MP-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ അലവൻസും ശമ്പളവും കൂട്ടി വമ്പിച്ച ജനകീയ പ്രക്ഷോഭം ചെറുപ്പക്കാരവിടെ നടത്തി, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ. അതിൻ്റെ ഫലമായിട്ട് എന്തു വന്നു? ഗവൺമെൻറ്റിന് അത് പിൻവലിക്കേണ്ടി വന്നു. മറ്റൊരു ഉദാഹരണം കെനിയ. ഇവിടുന്ന് നമ്മുടെ ഈ ഭൂഖണ്ഡത്തിലേ അല്ലാത്തൊരു പ്രദേശം കെനിയ. അവിടെ MP-മാരുടെ ശമ്പളം ഇന്ത്യയിലും കേരളത്തിലും MLA-മാരുടെ ചിലപ്പോൾ കൂട്ടിക്കൊടുക്കാറുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള കമ്മീഷൻ വെച്ചിട്ട് 5 വർഷം കൂടുമ്പോൾ കൂട്ടിക്കൊടുക്കുന്നു. ജനങ്ങൾ അത്ര സന്തുഷ്ടരൊന്നുമല്ല ഇതിൽ. വമ്പിച്ച പ്രതിഷേധം അവിടെ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കെനിയ ഗവൺമെൻറ്റിന് അവരുടെ നയം തിരുത്തേണ്ടി വന്നു, തിരുത്തിച്ചു. ഇവിടെ ഇപ്പോൾ തിരുത്തലല്ല, തിരുത്തലും കഴിഞ്ഞിട്ട് ശ്രീലങ്കയിലാണെങ്കിൽ
ഈ ആസ്ഥാനങ്ങളിലേക്കുള്ള മാർച്ചും സംഘർഷവും മാത്രമേ ഉണ്ടായി, തീവപ്പുണ്ടായില്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആഴ്സൺ ഉണ്ടായി എന്നുള്ളതാണ്. വളരെ ക്രൂരമായ രീതിയിൽ ആളുകളെ തന്നെ വെച്ചുകൊണ്ട് അവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ കത്തിച്ചു കളഞ്ഞു. ഇതിന് പ്രചോദനമായിട്ടുള്ള വികാരം കുറേ പേരിൽ തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലില്ലാത്തത് കൊണ്ടാണ് അവർ പ്രക്ഷോഭങ്ങളിലേക്ക് പോയി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇമ്പാക്റ്റ് റീഡ് ചെയ്യുന്നതിൽ നേപ്പാൾ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവർ പരാജയപ്പെട്ടു. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ടിപ്പോൾ മാറിയിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡിജിറ്റൽ അഡിക്റ്റുകളായിട്ട് പുതുതലമുറ. അവരുടെ പേര് തന്നെ ജെൻ നെക്സ്റ്റ് എന്നുള്ളതാണ്. അവരുടെ ജെൻ സെഡ് എന്നുള്ളതാണ്. സെഡ് എന്നുള്ളത് ജെൻ നെക്സ്റ്റിന് അനന്തമായ കാലത്തേക്കുള്ള യുവജനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ജെൻസി ഇതേ പേര് തന്നെയാണ് കെനിയയിലും ഉണ്ടായിരുന്നത്. ജെൻസി സി എന്ന് പറയുന്നത് സെഡ് എന്നുള്ളതിൻ്റെ ഉച്ചാരണത്തെ ആസ്പദമാക്കി വെക്കുന്ന ഒരു ആൽഫബറ്റാണ്. ജെൻ ഇസഡ് എന്നാണ് ഇത് എഴുതുക. അല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ ചിലർ പറയുന്നുണ്ട് ശ്രീലങ്കയായി, ബംഗ്ലാദേശായി, നേപ്പാളായി, ഇനി ഇന്ത്യ എന്നാണ് പറയുന്നത്. ആഗ്രഹം രാഹുൽ ഗാന്ധിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ വോട്ട് ചേരി. പക്ഷെ അത് ഒന്നും പൊട്ടാതെ പോയി. ഓലപ്പടക്കം പൊട്ടുന്ന ശബ്ദം പോലും ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് തിരിച്ചു കത്തിയത് കോൺഗ്രസിന്റെ ടെന്റിലാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുക. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും അവരുടെ ഫ്ലോക്കിനെ നയിക്കാൻ അവർക്ക് കഴിവില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി തൂത്തുവാരി ജനങ്ങളെടുത്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുന്നത്, ഒരു പരാന്നജീവിയെ പോലെ ആയിരിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കുന്നു കോൺഗ്രസ്. ഇത്തിൽ കണ്ണി പോലെ ഒരു രാഷ്ട്രവൃക്ഷത്തിൻ്റെ വളവും പോഷകങ്ങളും വെള്ളവും വലിച്ചെടുക്കുന്ന ഒരു പരാന്നജീവിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി കോൺഗ്രസിനെ, പ്രതിപക്ഷത്തിനെ തൂത്തറിയാൻ ജനങ്ങൾ ഇപ്പോൾ ഒന്ന് തൂത്തറിഞ്ഞു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ. ബീഹാറിൽ ഇനി തൂത്തറിയും. പിന്നെ വരാൻ പോകുന്ന കേരളത്തിലാണ്. അവിടെ അത് സംഭവിക്കാനുള്ള സാധ്യതയാണുള്ളത്. മറ്റു കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് പ്രതിപക്ഷത്തിനെയാണ് ഇന്ത്യയിൽ തൂത്ത് തരുന്നത്. കാരണം എന്താണ്? അഴിമതിരഹിതനായിട്ടുള്ളൊരു പ്രധാനമന്ത്രി നമ്മുടെ അഭിമാനമായിട്ട് അവിടെ ഉണ്ട്. അതാണ് ഈ അഴിമതി. കെനിയയെ ബാധിച്ച, ഇന്തോനേഷ്യയെ ബാധിച്ച, നേപ്പാളിനെ ബാധിച്ച അഴിമതി ഇവിടെ ഇല്ല. ശ്രീലങ്കയെ ബാധിച്ച അഴിമതി പോലും ഇല്ല എന്നുള്ളതാണ്. ശ്രീലങ്കയെ ബാധിച്ച അഴിമതിയാണ് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ക്യാൻസർ. ഭീകരവാദമാണ് മറ്റൊരു ക്യാൻസർ. ഇത് രണ്ടിനെയും തടുത്തു നിർത്തുന്നതിൽ വിജയിച്ച ഒരു മന്ത്രിസഭയും ഭരണകൂടവുമാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ അത് വരാൻ രാഹുൽ ഗാന്ധി തലകുത്തി നിന്നാലും കഴിയുകയില്ല. ഒന്നാമത് ഈ അസ്വസ്ഥത ഉണ്ടാവണം രാജ്യത്ത്. അത് ഇന്ത്യയിലില്ല. തൊഴിലില്ലായ്മയുണ്ട്. ഇപ്പം ക്രമേണ പരിഹരിച്ചു വരുന്നു. ദാരിദ്ര്യമുണ്ടായിരുന്നു. 26% നിന്ന് 13% താഴ്ത്തി. ഗരീബി ഹഠാവ് മുദ്രാവാക്യം വിളിച്ചല്ല, രാഷ്ട്രത്തിൻ്റെ വികസനം കൊണ്ട്, വ്യവസായങ്ങൾ കൂടിയതുകൊണ്ട്, വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചതുകൊണ്ടും ലൈസൻസ് രാജ് ഇല്ലാതായതുകൊണ്ടും വന്ന മാറ്റം. അപ്പോൾ അതാണ് ഇന്ത്യ. അക്കാര്യത്തിൽ പേടിക്കണ്ട. പക്ഷേ നേപ്പാളിലെ സംഘർഷത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മറവിൽ ഇന്ത്യയിലേക്ക് ചിത്രശക്തികൾ കടന്നു വന്നിട്ട് വർഗീയ വെറി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ തരത്തിലൊന്നാണ്. അതിനെ നമ്മളെപ്പോഴും കരുതിയിരിക്കേണ്ട ഒന്നാണ്. രാഹുൽ ഗാന്ധിക്ക് മനസ്സിലുണ്ടായിട്ടുണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ച് ഗവൺമെന്റിനെ തകർത്തിടാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്നത് വർഗീയതയുടെ തീ ആളിപ്പടർത്തുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പലതരത്തിലും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നേപ്പാളിനെ പോലൊരു രാജ്യത്ത് അത് ഏൽക്കും. ഇങ്ങനെ അത്ര വലിയ ആഘാതം ഏൽപ്പിച്ചാൽ ഇന്ത്യയിൽ എന്ത് ആഘാതമായിരുന്നേനെ ഏൽപ്പിക്കുക. പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ രാഹുൽ ഗാന്ധിയേക്കാൾ ബുദ്ധിമാന്മാരാണ്. ബുദ്ധി വളർച്ച, ബുദ്ധി വികാസം പ്രാപിച്ചിട്ടുള്ളവരാണ് എന്നുള്ള അതിൻ്റെ പരമാർത്ഥമായിട്ടുള്ള സത്യം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ജലിപ്പിക്കണമെങ്കിൽ വിറകു വേണം. ഇന്ത്യയിൽ അതിനുള്ള ഇന്ധനമില്ല. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് ഭരണഘടന ഉള്ളത്. പക്ഷെ ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിലാണ് ഭരണഘടന ഉള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾക്കറിയാം ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല. അല്ലേ? ഇയാൾ എത്ര നാളായിട്ട് ഈ പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടി പനി പിടിച്ചിരിക്കുന്നു? എത്ര വർഷങ്ങളായി? നടന്നോ ഇന്ന് വരെ? എന്താ പറ്റാത്തത്? ഇതാ നോക്കൂ. ഇപ്പം നേപ്പാളിൽ ഇപ്പോൾ അടുത്തായി വരാൻ പോകുന്നത് ബലേൻ ഷാ എന്ന് പറയുന്ന ആളാണ്. കേവലം വേണ്ട 30 വയസ്സ് ഉണ്ടായിട്ടില്ല, കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും 20കളിൽ അദ്ദേഹത്തെ ലോകത്തെ അറിയപ്പെടുന്ന ലീഡേഴ്സിൻ്റെ പട്ടികയിലേക്ക് ടൈം മാസിക തിരഞ്ഞെടുത്തതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, സത്യസന്ധമായിട്ട് നേതൃത്വം കൈകാര്യം ചെയ്യുന്ന നേതാവെന്നുള്ള നിലയിൽ. നമ്മുടെ വേടനെ പോലൊരു റാപ്പറുമാണ് ഇദ്ദേഹം. റാപ്പ് നൃത്തം ചവിട്ടുന്ന ആളുമാണ് അദ്ദേഹം. താടിക്കാരനാണ്, താടിയുള്ള ആളുമാണ്. അദ്ദേഹമായിരിക്കും ഇത് കാഠ്മണ്ഡുവിൻ്റെ മേയറാണ്. അപ്പോൾ പൊട്ടി താരോദയം പോലെ പെട്ടെന്ന് അദ്ദേഹം ഇനിയിപ്പോൾ അടുത്ത നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെന്നാണ് പറയുന്നത്. ഇടക്കാലത്ത് ഒരു സൈനിക ഭരണവും. ഈ ബലേൻഷയെ കണ്ടുപിടിക്കണം. കാരണം അഴിമതി എന്ന് പറയുന്നതിൽ അഴിമതിക്കെതിരെ പോരാടുന്നു. ഇവിടെ പോരാടാൻ അഴിമതിയുണ്ടോ? അതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്. ഇവിടെ അഴിമതിയുടെ പഴുതുപോലുമില്ല.
ആരോപിക്കാൻ വേണ്ടി. പറയുന്നതെല്ലാം കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചു പറഞ്ഞു. വോട്ട് ചോരിയല്ല, അദ്ദേഹം ചോരിയായി മാറുകയാണ്, കള്ളം പറഞ്ഞു ഒരു ചോറായിട്ട് മാറുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അതല്ലാതെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. തന്നെയല്ല, ഇവിടെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ മുഴുവൻ സപ്പോർട്ട് കൊടുക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. അവിടുത്തെ ഏറ്റവും വലിയ പോപ്പുലർ ഫിഗർ എന്ന് പറയുന്നത്, മറ്റവർ എത്ര പ്രൊപ്പഗാൻഡ നടത്തിയാലും യൂട്യൂബ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല. കാരണം അവരുടെ വ്യൂവർഷിപ്പ് കൂടണമെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന ഒന്നിലേക്ക് അത് വിടണം. അതിപ്പോൾ നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ. നമ്മുടെ സോഷ്യൽ പാറ്റേണിൻ്റെ, സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെയും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയും ഒരു സിമ്പൽ കൂടിയാണ് യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, എല്ലാ യൂട്യൂബ് ചാനലുകളും നരേന്ദ്രമോദിക്ക് 90% പിന്തുണയുമാണ്. നേപ്പാളിൽ അതല്ല. അവരുടെ എതിർപ്പ് സഹിക്കാൻ വയ്യാതെ ഗവൺമെൻറ് അവയെ നിരോധിച്ചു, യൂട്യൂബ് ഉൾപ്പെടെ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ. അപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഈ വ്യത്യാസം ഒരു വലിയ വ്യത്യാസം തന്നെയാണ്.